നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കല്ലമ്പലത്ത് അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ദുരൂഹതയില്ല എന്നാണ് സംഭവത്തിൽ പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിന് പ്രധാന കാരണം അമ്മയുടെ മൃതദേഹം മരണപ്പെട്ടിട്ട് ഏകദേശം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണമാണ്. കാരണം അമ്മയുടെ മൃതദേഹത്തിൽ പുഴുവരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതേസമയം മകൻ തൂങ്ങി മരിച്ചതായിരുന്നു. പക്ഷേ അയാളുടെ മൃതദേഹത്തിൽ വലിയ മാറ്റങ്ങളൊന്നും അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അമ്മയെ ഇയാൾ കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപെടലുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ആ നാട്ടുകാർക്ക്. പക്ഷേ പോലീസ് ദുരൂഹതകളൊന്നുമില്ല എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണ്. നവായികുളം കുടവൂർ വിളയിൽ വാതുക്കൽ നിർമാല്യത്തിൽ പരേതനായിട്ടുള്ള രാജേന്ദ്രൻ ഉണ്ണിത്താന്റെ ഭാര്യ ഇന്ദിരാമ്മ എന്ന് പറയുന്ന 75 വയസ്സുകാരിയും മകൻ സജിത്ലാലുമാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ ബന്ധുക്കളാണ്. ഇന്ദിരയുടെ മൃതദേഹത്തിന് ഏകദേശം 4 ദിവസത്തോളം പഴക്കമുണ്ട് എന്നാണ് സൂചന. മകൻ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. മൃതദേഹത്തിന് പഴക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയോടെയാണ് ഇങ്ങനെയൊരു മരണം അല്ലെങ്കിൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത് പോലും. വീടിന് തൊട്ടടുത്ത് മറ്റൊരു മരണം സംഭവിച്ചിരുന്നു. ആ മരണവുമായി ബന്ധപ്പെട്ട് ആ വീട്ടിലേക്ക് എത്തിയ ബന്ധുക്കൾ ഇയാളെ നിരന്തരമായിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അയാൾ ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പിന്നീട് അയാളെ കാണാതായതുകൊണ്ട് തന്നെ ബന്ധുക്കൾ ഇവരുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് അവിടെ നിന്ന് അസഹനീയമായിട്ടുള്ള നിലയിലുള്ള ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയത്. ഇതേ തുടർന്ന് അവർ സംശയം തോന്നി വീടിനകത്തേക്ക് നോക്കിയപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ വെച്ചാണ് ഇങ്ങനെയൊരു മരണം, അതായത് അമ്മയുടെ മൃതദേഹത്തിൽ പുഴുവരിക്കുന്ന നിലയിലും മകൻ തൂങ്ങി മരിച്ച നിലയിലും ബന്ധുക്കൾ തന്നെ നേരിട്ട് കാണുകയായിരുന്നു. ഏക മകനായിട്ടുള്ള സജിലാലിന്റെ സംരക്ഷണത്തിലായിരുന്നു ഇന്ദിരാമ്മ കുറെ വർഷമായിട്ട് കഴിഞ്ഞു പോന്നിരുന്നത്. ഒരു കുട്ടിയും ഭാര്യയുമുള്ള സജിലാൽ ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞാണ് നിൽക്കുന്നത്. സ്ഥിരം മദ്യപാനിയും വഴക്കാളിയുമായിരുന്നു സജിലാൽ എന്നാണ് വിവരം. ഇവിടെ പോലീസ് എത്തുന്ന നിഗമനം എന്ന് പറയുന്നത് അമ്മയുടെ മരണത്തിൽ മനംനൊന്ത് മകൻ ആത്മഹത്യ ചെയ്തതായിരിക്കണം എന്നതാണ്. പക്ഷേ നാട്ടുകാർ പറയുന്നത് പ്രകാരം സ്ഥിരം വഴക്കാളിയും മദ്യപാനിയുമായിട്ടുള്ള സജിലാലിന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും അമ്മ മരണപ്പെട്ടത് എന്നുള്ളതാണ്. എന്തായാലും നാട്ടുകാർ അവരുടെ സംശയം വലിയ രീതിയിൽ പ്രകടിപ്പിച്ചുവെങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അമ്മയുടെ മരണത്തിൽ മനംനൊന്താണ് മകൻ ആത്മഹത്യ ചെയ്തതെന്നും മകന്റെ ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചു എന്നുമൊക്കെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അമ്മ വർഷങ്ങളായിട്ട് കിടപ്പ് രോഗിയായി പോവുകയായിരുന്നു. അസ്വാഭാവികമായി തന്നെ ഇവിടെ ഒന്നും തന്നെ ഇല്ല എന്നാണ് പോലീസ് നാട്ടുകാരോട് പറയുന്നത്. എന്നിരുന്നാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കല്ലമ്പലം പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇതിനുശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അതേസമയം അമ്മയെ മകൻ കൊലപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവിടെ വന്നോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെയാണ് നാട്ടുകാർക്ക്. എന്തായാലും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ പറയുന്നത് പോലെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ്. അന്വേഷണം തുടരുകയാണ്. എന്താണ് ആ അമ്മയ്ക്കും മകനും സംഭവിച്ചത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് വൈകാതെ തന്നെ എത്തും എന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത്. അതേസമയം നാട്ടുകാർക്ക് ഇത്തരം ഒരു സംശയം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ഉണ്ടാകുന്ന ഓരോ ദിവസത്തെയും വാർത്തകൾ അപ്രകാരമാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് തന്നെയാണ് ഓരോ കൊലപാതകത്തിലും അല്ലെങ്കിൽ ഓരോ മരണത്തിലും ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് സമാന രീതിയിൽ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് 2-3 മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലൊരു വാർത്തകൾ പുറത്തു വന്നത്. അന്നും ഈ പറയുന്ന പോലെ സമാന രീതിയിൽ ചില ആളുകൾ പറഞ്ഞിരുന്നത് ഈ ഭാര്യ ഒരുപാട് കാലമായിട്ട് പാരലൈസ്ഡ് ആയിരുന്നു, കിടപ്പിലായിരുന്നു. അത് കണ്ട് സഹിക്ക വയ്യാതെയാണ് ഭർത്താവ് അവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം സ്വയം ആത്മഹത്യ ചെയ്തത്. 2 വൃദ്ധ ദമ്പതികൾ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ അമ്മയും മകനുമാണ് മരണപ്പെട്ടിരിക്കുന്നത്. മക്കളും ഭാര്യയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന അല്ലെങ്കിൽ അമ്മയ്ക്കൊപ്പം മാത്രം ജീവിക്കുന്ന മകൻ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം എന്തായാലും ഇവിടെയുണ്ട്. അമ്മയുടെ അല്ലെങ്കിൽ അമ്മ മരണപ്പെട്ടത് സഹിക്കാൻ വയ്യാതെ ഇയാൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും അന്വേഷണത്തിൽ നാട്ടുകാർ വലിയ രീതിയിൽ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം തുടരുകയാണ്.